ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിൻ്റെ മാത്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഓൾറെഡി ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അവയുടെ ആൻസേഴ്സുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയവും ഉണ്ട്. അപ്പോൾ കൂട്ടുകാർ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഇവിടെ ഒരു രണ്ട് സർക്കിൾ തന്നിട്ടുണ്ടല്ലേ. ഇതിലെ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദ സ്മോൾ സർക്കിൾ. സ്മോൾ സർക്കിളിൻ്റെ റേഡിയസ് എത്രയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. അവിടെ ഒരു 4 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. പക്ഷെ അത് നമുക്കറിയാം അത് റേഡിയസ് അല്ല, അത് ഡയമീറ്റർ ആണല്ലേ. അപ്പോൾ നമുക്കറിയാം ഡയമീറ്ററിൻ്റെ ഹാഫ് ആയിരിക്കും എപ്പോഴും റേഡിയസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് 4 സെൻറ്റിമീറ്റർ എന്നതിൻ്റെ 4 സെൻറ്റിമീറ്റർ എന്നതിൻ്റെ ഹാഫ് എന്ന് പറയുന്നത് 2 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ അവിടെ ഫസ്റ്റ് ആൻസർ 2 സെൻറ്റിമീറ്റർ. വാട്ട് ഈസ് ദ ഡയമീറ്റർ ഓഫ് ദ ലാർജ് സർക്കിൾ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ ഈസ് 6 സെൻറ്റിമീറ്റർ. ആ ഒരു സർക്കിളിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 6 സെൻറ്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. പക്ഷെ നമുക്കറിയാം ഇവിടെ സ്മോൾ ഇതിൻ്റെ 4 ആണ്. അതുകൊണ്ട് തന്നെ അവിടെയും റേഡിയസ് വരുന്നത് 4 സെൻറ്റിമീറ്റർ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 4 × 2 എന്ന് പറയുന്നത് 8 സെൻറ്റിമീറ്റർ ആണ്. ഇനി ഇൻ എ പിക്ചർ ലൈക്ക് ദിസ്, ഇഫ് ദ ഡയമീറ്റർ ഓഫ് 2 സർക്കിൾസ് ആർ ദാറ്റ് touch together in 10 centimeter each, what will be the distance between their centers. അപ്പോൾ രണ്ട് ഇതുപോലെ തന്നെ സെയിം ആയിട്ടുള്ള രണ്ട് സർക്കിളാണ്. പക്ഷേ ഇതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ രണ്ട് സർക്കിളും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും? സെയിം ഡയമീറ്റർ തന്നെയായിരിക്കും അല്ലേ. അപ്പോൾ അവിടെ 10 സെൻറ്റിമീറ്റർ തന്നെയാണ് ആൻസർ വരുന്നത്. ഇനി ലെറ്റ്സ് ഡ്രോ എ സർക്കിൾ എന്നതാണ്. ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 3 ആയിട്ട് റേഡിയസ് എടുത്തിട്ടാണ്. അപ്പോൾ നിങ്ങൾ നമ്മുടെ കോമ്പസിൽ 3 സെൻറ്റിമീറ്റർ സ്കെയിൽ വെച്ച് അളന്ന് 3 സെൻറ്റിമീറ്ററുള്ള ഒരു സർക്കിൾ വരയ്ക്കുക. മാർക്ക് ദ ഡയമീറ്റർ. എന്നിട്ട് അതിൻ്റെ ഡയമീറ്ററും കൂടെ നിങ്ങൾ മാർക്ക് ചെയ്യണം. നിങ്ങൾ ഓൾറെഡി റേഡിയസ് എടുത്തിട്ടുണ്ടാകും. ആ പോയിന്റിൽ നിന്ന് നേരെയായിട്ട് ഒരു വര വരയ്ക്കുക. അപ്പോൾ അത് ഡയമീറ്റർ ആവും. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ ഡയമീറ്റർ. ഡയമീറ്ററിൻ്റെ ലെങ്ത് എത്രയാണ്? റേഡിയസ് 3 സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഡബിൾ ആയിരിക്കും. അതുകൊണ്ട് സോ ദാറ്റ് ഈസ് ഡയമീറ്റർ ഈസ് 6 സെൻറ്റിമീറ്റർ. ഇനി ഇവിടെ നോക്കൂ, നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഈ ചെറിയ വൃത്തത്തിൻ്റെ ആരം എന്ന് പറയുന്നത് റേഡിയസ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഡയമീറ്ററിൻ്റെ ഹാഫാണ്. സോ 2 സെൻറ്റിമീറ്റർ. ഇനി അടുത്ത ചോദ്യം നോക്കൂ. പുരയിടം അളക്കാം എന്നുള്ളതാണ്. അനുവും കൂട്ടുകാരും അനുവിൻ്റെ പുരയിടത്തിൻ്റെ അതിരുകൾ അളന്ന് പ്ലാൻ വരച്ചു. പുരയിടത്തിന് ചുറ്റും എത്ര മീറ്റർ നീളത്തിൽ ജൈവവേലി കെട്ടാം എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഇതാദ്യം നമ്മൾ ചെയ്യേണ്ടത്, ഇത് കറക്റ്റ് ഒരു റെക്റ്റാങ്കിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിനെ ഒന്ന് ഡിവൈഡ് ചെയ്യണം. ആ ഒരു എൻഡിൽ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ വരച്ചു കൊടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ സെൻറ്റർ കിട്ടും. എന്നിട്ട് പുരയിടത്തിൻ്റെ ചുറ്റും എത്ര മീറ്റർ അളവിൽ ജൈവവേലി കെട്ടണം എന്ന് നോക്കാൻ വേണ്ടിയിട്ട് പിന്നെയുള്ള ഓരോന്നും നമ്മൾ അളന്ന് അതിൻ്റെ ചുറ്റളവ് കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. ചുറ്റളവ് കാണാൻ നമുക്കറിയാം നീളം ഇൻറ്റു വീതിയാണ് അല്ലേ. അപ്പോൾ നീളം പ്ലസ് വീതി ചെയ്യണം. എന്നിട്ട് നമ്മൾ അടുത്ത ആ ഒരു ചെറിയ സർക്കിളിൻ്റെയും നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്കിതിൻ്റെ എന്ത് കിട്ടും? ചുറ്റും എത്ര അളവ് വേണം എന്നുള്ളത് കിട്ടും. ഇനി അടുത്തത് നോക്കൂ. ഈ ചിത്രത്തിൽ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗങ്ങളെ സൂചിപ്പിക്കുന്ന ഭിന്നങ്ങൾ ചുവടെ കൊടുത്തിരിക്കുന്നു. ഭിന്നരൂപങ്ങൾ സൂചിപ്പിക്കുന്ന ചിത്രത്തിൻ്റെ പേര് കണ്ടെത്തി എഴുതുക. ഒന്നെന്താണ്? 3/8 ആണല്ലേ. 3ൽ 8 ഭാഗമാണ്. ഇവിടെ ഏത് ചിത്രമാണ് ഇതുപോലെ ഉള്ളത്? 8 ഭാഗമുള്ള ചിത്രം ഏതാണെന്ന് നിങ്ങൾ ആദ്യം നോക്കണം. സി ആണല്ലേ. സി എന്ന് പറയുന്നത് 8 ഭാഗമുണ്ട്. അതിൻ്റെ 3 ഭാഗമാണ് കളർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെ ചിത്രത്തിൻ്റെ പേര് എന്ന് പറയുന്നത് സി ആയിട്ട് വരും. ഇനി ബി നോക്കൂ. 1/3 ആണല്ലേ. 3ൽ 1 ഭാഗമാണുള്ളത്. അപ്പോൾ ഇവിടെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ഏതാണെന്ന് നോക്കണം. അങ്ങനെ ഒരു പിക്ചറും ഇല്ല. അപ്പോൾ 6ആയിട്ട് ഡിവൈഡ് ചെയ്ത് ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. അപ്പോൾ നമുക്ക് ബി എന്നത് കിട്ടും. ബിയിലെ 2 ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അഥവാ 6ൽ 2 ഭാഗമാണ്. അത് 3ൽ വെക്കുമ്പോൾ അത് 3ൽ 1 ഭാഗമായിട്ട് മാറും. ഇനി ഹാഫാണ് അല്ലേ, അരയാണ്. അര ഇവിടെ ഏതാ ഉള്ളത്? ഇവിടെ അര ഒരു സർക്കിളിൻ്റെ പകുതി കളർ ചെയ്തത് ഒന്നുമില്ല. പക്ഷേ ഒരു സർക്കിളിൻ്റെ 2 ഭാഗം കളർ ചെയ്ത് 2 ഭാഗം ഒഴിഞ്ഞിട്ടതുണ്ട്. അതാണ് ഇവിടെ ആൻസറായിട്ട് വരേണ്ടത്. കാരണം 4 2/4 ആണ് വരുന്നത് അല്ലേ. 2/4 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2. ഇനി അടുത്തത് 3/4 ആണ്. ഇവിടെ ഏതാണത്? 4ആയിട്ട് സർക്കിൾ ചെയ്ത് ഏതെങ്കിലും ഉണ്ടോ? ഇല്ല. എന്നാൽ 8 നോക്കൂ. 8ആയിട്ടുണ്ടതുണ്ടാവും അല്ലേ. 8ൽ നിന്നും എത്ര സർക്കിൾ ചെയ്തിട്ടുണ്ട്, എത്ര കളർ ചെയ്തിട്ടുണ്ട് എന്നത് നോക്കുമ്പോൾ നമുക്കിവിടെ ആണ് ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി അടുത്തത് നോക്കൂ. ഇവിടെ
കരകൗശലം കാണാൻ വന്ന ആളുകളുടെ ഇരുചക്ര വാഹനങ്ങളും കാറുകളും പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട്. അതിൽ ഇരുചക്ര വാഹനങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 42 ഓക്കെ. ആകെ വാഹനങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 192 192 ചക്രങ്ങളാണ് ഉള്ളത്. അതിൽ ഇരുചക്ര വാഹനങ്ങളുടെ എണ്ണം 42 ആയാൽ കാറുകളുടെ എണ്ണം എത്രയുണ്ടെന്ന് നോക്കണം. ആകെ ചക്രങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 192 ഇരുചക്ര വാഹനങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 42 അപ്പോൾ ഇരുചക്ര വാഹനങ്ങളുടെ ചക്രങ്ങളുടെ എണ്ണം എത്രയായിരിക്കും? 42 × 2 അപ്പോൾ 84 ആയിരിക്കും. അപ്പോൾ 84 എന്ന് പറഞ്ഞാൽ കാറുകളുടെ ചക്രം നമ്മൾ 192 നിന്ന് 84 മൈനസ് ചെയ്യുമ്പോൾ 108 കിട്ടും. ഇനി 108 എന്ന് പറയുമ്പോൾ എത്ര കാറുകളുണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ 108 ഒരു കാറിന് 4 വീലല്ലേ, അപ്പോൾ 108 / 4 അത് ചെയ്ത് നോക്കുമ്പോൾ എത്ര കാറുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ആദ്യത്തെ കാറുകളുടെ ചക്രങ്ങളുടെ എണ്ണം എത്രയാണ്? അത് 108. കാറുകളുടെ എണ്ണം എത്ര എന്നുള്ളത് 108 / 4. ഇനി പ്രദർശനം കണ്ടിറങ്ങിയപ്പോൾ ടിക്കറ്റ് വിറ്റതിലൂടെ കിട്ടിയ തുക 15,325 രൂപയാണെങ്കിൽ സംഘാടകർ പറയുന്നത് കേട്ടു. ടിക്കറ്റ് നിരക്ക് 25 രൂപയായാൽ എത്ര പേർ പ്രദർശനം കണ്ടിട്ടുണ്ടായിരിക്കും? എങ്ങനെ ചെയ്യാം? 15,325 / 25 ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ കൂട്ടുകാർ ചെയ്ത് നോക്കണേ. ഇനി അടുത്തൊരു ചോദ്യം നോക്കൂ. ഇവിടെ ചുവടെ തന്നിരിക്കുന്ന സൂചനകൾക്കനുസരിച്ച് ചിത്രം വരക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. 4 സെൻറ്റിമീറ്റർ ആരമുള്ള വൃത്തം വരക്കുക. മട്ടം ഉപയോഗിച്ച് വൃത്തത്തെ 4 തുല്യ ഭാഗങ്ങളാക്കുക. വൃത്തത്തിൽ അടയാളപ്പെടുത്തിയ അടുത്തടുത്ത ബിന്ദുക്കൾ യോജിപ്പിക്കുക. അപ്പോൾ അതുപോലെ ചെയ്തു നോക്കുക. ഇനി ഇതിലെ സി ചോദ്യം, ആരം വ്യാസം എന്നിവയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? ആരം 2 സെൻറ്റിമീറ്റർ ആയാൽ വ്യാസം 4 സെൻറ്റിമീറ്റർ ആയിരിക്കും. നമുക്കറിയാം റേഡിയസ് 2 സെൻറ്റിമീറ്റർ ആയാൽ ഡയമീറ്റർ 4 സെൻറ്റിമീറ്റർ ആയിരിക്കും. വ്യാസം 12 സെൻറ്റിമീറ്റർ ആയാൽ ആരം 6 ആയിരിക്കും. അഥവാ ഡയമീറ്റർ 12 ആയി കഴിഞ്ഞാൽ റേഡിയസ് 6 ആയിരിക്കും. അതും കറക്റ്റാണ്. ഇനി ആരം 4 സെൻറ്റിമീറ്റർ ആയ വ്യാസം 2 സെൻറ്റിമീറ്റർ ആയിരിക്കും. ശരിയാണോ? അല്ല, വ്യാസം എപ്പോഴും ആരത്തിൻ്റെ ഡബിൾ ആയിരിക്കും. ഇനി വ്യാസം = 2 × ആരം, അതും കറക്റ്റാണ്. അപ്പോൾ ഇവിടെ ശരിയല്ലാത്ത സ്റ്റേറ്റ്മെൻറ്റും ഇവിടെ ശരിയായ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് സി ഓപ്ഷനാണ്. ഇനി അടുത്ത നോക്കൂ, ബാനർ മേക്കിംഗ് ആണ്. എ ബാനർ വാസ് പ്രിപ്പയർഡ് ഫോർ ദ ആൻറ്റി ഡ്രഗ് റാലി ഇൻ ലെങ്ത് 2 meters ആൻഡ് വിഡ്ത്ത് ഈസ് 50 സെൻറ്റിമീറ്റേഴ്സ്. റൈറ്റ് ദ ലെങ്ത് ഓഫ് ദ ബാനർ ഇൻ സെൻറ്റിമീറ്റേഴ്സ്. ആദ്യം ഇവിടെ ലെങ്ത് 2 മീറ്റേഴ്സും വിഡ്ത്ത് എന്ന് പറയുന്നത് 50 സെൻറ്റിമീറ്റേഴ്സുമാണ്. അപ്പോൾ ഈ 2 മീറ്ററിനെ നമുക്കൊന്ന് സെൻറ്റിമീറ്ററിൽ എഴുതണം. എങ്ങനെ എഴുതാം? നമുക്കറിയാം 200 അല്ലേ, 2 × 100 200 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇനി വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ ബാനർ ഈ സ്ക്വയർ സെൻറ്റിമീറ്റർ. ഇത് സ്ക്വയർ ആണെങ്കിൽ എത്രയായിരിക്കും? 200 × 50 അപ്പോൾ 1000 സ്ക്വയർ സെൻറ്റിമീറ്റർ. ഓക്കെ. ഇനി അടുത്തത്, ഇഫ് ദ വിഡ്ത്ത് ഈസ് ഡബിൾഡ് വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ സ്ക്വയർ സെൻറ്റിമീറ്റർ. എത്രയായിരിക്കും? ഇതിൻ്റെ ഡബിൾ തന്നെയായിരിക്കും. ഇനി അടുത്തത്, ഇഫ് ദ ലെങ്ത് ആൻഡ് ദ ബ്രെഡ്ത്ത് ഓഫ് ദ റെക്റ്റാങ്കിൾ ഈസ് ഡബിൾഡ് ഹൗ മെനി ടൈംസ് ആർ ദ ഏരിയ വിൽ ബി. എത്ര ടൈമാണ്? വി ഹാവ് ടു കാൽക്കുലേറ്റ് ഇൻ 4 times. ഇനി നെക്സ്റ്റ് വൺ, ലെറ്റ്സ് ഡിവൈഡ് ആൻഡ് റൈറ്റ്. ലുക്ക് അറ്റ് ദ പിക്ചർ. ഒന്നാമത്തെ പിക്ചറിലും ഓരോ പിക്ചർ തന്നിട്ടുണ്ട് 4 എണ്ണം അല്ലേ. റൈറ്റ് ദ ഫ്രാക്ഷൻ ഓഫ് ദ ഷെയ്ഡ്സ് പാർട്ട് ഓഫ് ഈച്ച് വൺ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു സർക്കിളിൻ്റെ ഹാഫാണ് ചെയ്തിട്ടുള്ളത്. അഥവാ ഒരു 2 പോർഷൻ ആക്കിയിട്ട് അതിൻ്റെ ഒരു പോർഷനാണ് കളർ ചെയ്തിട്ടുള്ളത്. ദാറ്റ്സ് മീൻസ് 1/2. ഇനി അടുത്തത് 4 പോർഷൻ എടുത്തിട്ട് 3 പോർഷനാണ് കളർ ചെയ്തിട്ടുള്ളത്. ദാറ്റ്സ് മീൻസ് 3/4. നെക്സ്റ്റ് വൺ നോക്കൂ, 8 ആണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ 4 കളർ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് എഴുതാം 4/8. അഥവാ 4/8 എന്ന് പറഞ്ഞാൽ ആ സർക്കിളിൻ്റെ ഹാഫാണ്, അഥവാ 1/2 ആണ്. ഇനി അടുത്തത് നോക്കൂ, 12 ഈ പാർട്സ് ആക്കിയിട്ടുണ്ട്. അതിൽ 4 ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 4/12 ആണ്. ദാറ്റ്സ് മീൻസ് 1/3. ഇനി എമംഗ് ദീസ് വിച്ച് ആർ ദ ഈക്വൽ ഫ്രാക്ഷൻ. ഏതാണ്? 1 and 3 ആണ് ഈക്വൽ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. റൈറ്റ് ആൻഡ് ഈക്വൽ ഫ്രാക്ഷൻ ഫോർ ദ ഫോളോയിങ്. അടുത്ത തന്നിട്ടുള്ളത് 1/4 ആണ്. അതിന് ഈക്വൽ ഫ്രാക്ഷൻ നമുക്ക് എങ്ങനെ എഴുതാം? അതിൻ്റെ ഡബിൾ എഴുതാം, അല്ലെങ്കിൽ ഹാഫ് എഴുതാം. പക്ഷേ ഇവിടെ ഹാഫ് എഴുതുമ്പോൾ ഡെസിമൽ നമ്പർ ആയിരിക്കും. അതുകൊണ്ട് 6 / 8. ഇനി അടുത്തത് 4/12 ആണ്. 4/12ൻ്റെ ഹാഫ് എഴുതിയാലും അതിൻ്റെ സെയിം ഫ്രാക്ഷൻ ആണ്, അഥവാ 2 / 6. അപ്പോൾ ഇത്രയുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ കൂട്ടുകാർ ഫ്രാക്ഷൻസ് ഒക്കെ നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. എല്ലാ കൂട്ടുകാരും നന്നായിട്ട് തന്നെ മാർക്ക് സ്കോർ ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.